ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പോർട്ട്ഫോളിയോയെക്കുറിച്ചാണ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഏതൊരു കലാകാരൻ്റെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആകാം, തുടങ്ങി ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള എന്ത് ജോബ് ചെയ്യുന്ന ആൾക്കാരുടെയും വർക്കുകൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ചെയ്ത വർക്കുകൾ വെച്ചിട്ട് ഒരു കളക്ഷൻ ഉണ്ടാക്കും. ഓക്കെ, ആ കളക്ഷനുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ടാക്കാം. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത വർക്കുകൾ എന്ന് പറയുന്നത് പ്രിൻ്റ് എടുത്ത് ഒരു ആൽബം പോലൊക്കെ സെറ്റ് ചെയ്ത് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു ആൽബത്തിൻ്റെ മോഡലിലാണ് കൊണ്ടുപോയി അവരെ കാണിക്കുന്നത്. അപ്പോൾ അത് അവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത വർക്കുകളുടെയൊക്കെ പ്രിൻറ്റുകൾ കാണാൻ പറ്റും. അതിൽ നിന്നൊക്കെ ആയിരുന്നു പണ്ടൊരു ഗ്രാഫിക് ഡിസൈനറെ ഒരു കമ്പനി ചൂസ് ചെയ്യുന്നത്. പിന്നീട് ഇൻ്റർനെറ്റിൻ്റെ ഒരു കാലമായപ്പോഴത്തേക്ക് ഇൻ്റർനെറ്റിലോടുകൂടി അവർക്ക് സ്വന്തമായിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കി നെറ്റ് വഴി തന്നെ നമ്മുടെ വെബ്സൈറ്റുകൾ കാണിക്കാനുള്ള ഒരു കാലം ഉണ്ടായി. അങ്ങനെ ഫ്രീ ആയിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന ഒരുപാട് സൈറ്റുകൾ പോപ്പുലറായി. അതിൽ വളരെ പ്രധാനപ്പെട്ടാണ് behance.com, ഡ്രിബിൾ തുടങ്ങിയ വെബ്സൈറ്റുകൾ. അപ്പോൾ ഇതിലൊക്കെ തന്നെ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി നമ്മൾ ചെയ്ത പ്രോജക്റ്റുകൾ, നമ്മുടെ ചെയ്ത വർക്കുകൾ അവിടെ അപ്ലോഡ് ചെയ്യാനും ആ ഉണ്ടാക്കിയ ആ ഒരു പോർട്ട്ഫോളിയോയ്ക്ക് ഒരു ലിങ്ക് ഉണ്ടാക്കി ആ ലിങ്ക് നമുക്ക് കമ്പനീസിന് അയച്ചു കൊടുക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷൻസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടായെങ്കിലും ഫ്രീ ആയിട്ട് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാവുന്ന ഒരുപാട് പോർട്ടലുകളും മാർക്കറ്റിലുണ്ടായി. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സ്വന്തം പേരിൽ നമ്മുടേതായ ഒരു ഓൺ ഡൊമൈനിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിലൂടെ നമ്മുടെ വർക്കുകൾ ഷോ ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. പല ഡിസൈനേഴ്സും, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ഡിസൈനേഴ്സും, ഒരു 75% ഡിസൈനേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം, വളരെ ടാലൻറ്റഡും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സിന് പോലും സ്വന്തമായ പേരിൽ ഒരു വെബ്സൈറ്റ് അഥവാ ഒരു പോർട്ട്ഫോളിയോ ഇല്ല എന്നുള്ളതാണ് സത്യം. പല ആൾക്കാരും ബിഹാൻസിൽ അവരുടെ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നുണ്ട്, പലരും ഡ്രിബിളിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ബിഹാൻസും ഡ്രിബിളും ഒക്കെ തന്നെ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ലെവലിൽ ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം. പക്ഷേ ഒരിക്കലും അതായിരിക്കരുത് നമ്മുടെ പ്രൈമറി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഓൺ നെയിമിൽ, നമ്മുടെ സ്വന്തം പേരിൽ ഒരു വെബ് പോർട്ടൽ, ഒരു വെബ് പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്ന കേരളത്തിലെ മലയാളികളായ എല്ലാ ഡിസൈനേഴ്സിനോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ദയവായി നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ഡൊമൈൻ എടുത്തിരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് godaddy.com എന്ന് പറയുന്ന വെബ്സൈറ്റ് എല്ലാവർക്കും വളരെ പോപ്പുലറാണ്. അതിൽ ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഡൊമൈൻ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം പേരിൽ, അവരുടെ പേരിൽ അഥവാ ഡൊമൈൻ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ പേരിനോടൊപ്പം ഡിസൈൻസെന്നോ അല്ലെങ്കിൽ ആർട്ടെന്നോ ഒക്കെ പറഞ്ഞ് നമ്മളൊരു വേർഡ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു നെയിം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പേരിൽ ഒരു ഡൊമൈൻ മസ്റ്റായിട്ടും എടുത്തിരിക്കണം. പല ഡിസൈനേഴ്സിനും പറ്റുന്ന ഒരു വലിയൊരു അബദ്ധമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഡിസൈൻ ജോബിനോടൊപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വർക്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കപ്പെടുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊഫൈൽ വലുതാകുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾക്ക് എപ്പോഴും ഒരേ ഗ്രാഫ് റേഞ്ചിൽ തന്നെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരേ ടിപ്പിക്കൽ ഡിസൈനറായിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു രീതിയിലേക്ക് പോകും. സോ നമുക്ക് അത് പാടില്ല. നമ്മളൊരു പുതിയ ഡിജിറ്റൽ യുഗത്തിലേക്കും ഒരു പുതിയ ഡിജിറ്റൽ വേൾഡിലേക്കും കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലമായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ഉള്ളവരായതുകൊണ്ടും അത്തരത്തിലുള്ള ഒരു പോർട്ട്ഫോളിയോ, ഒരു സ്വന്തം പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആദ്യമായി നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ആ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കണം. അതോടൊപ്പം ഉണ്ടാക്കാത്തവർ ഇനി ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അഥവാ വെബ്സൈറ്റ് ഉള്ളവർക്ക് ഈ പോയിന്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ സ്വന്തമായ രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോബ് സെർച്ചിങ്ങിൽ, നിങ്ങൾക്ക് ഏത് കമ്പനി ആയിരുന്നാലും, ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്ന് നിങ്ങൾക്കൊരു ഡിസൈനർ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും നമ്മുടെ ഒരൊറ്റ ലിങ്ക് മാത്രം സെൻഡ് ചെയ്താൽ മതി. പണ്ടത്തെ കാലത്ത് നമ്മൾ റെസ്യൂമേ അയച്ചു, ഒരുപാട് വർക്കുകൾ അതിന് പുറകെ മെയിലായിട്ട് അയക്കുന്ന കാലഘട്ടങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു വെബ്സൈറ്റാണ്, നമ്മളെ കുറിച്ചുള്ള സ്വന്തമായ ഒരു വെബ്സൈറ്റാണ്, ഒരു പോർട്ട്ഫോളിയോ ആണ് കമ്പനിയോട് നമ്മൾ ആരാണെന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുകയാണ്. അഥവാ അതിൽ പരിജ്ഞാനമില്ലാത്ത ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ, ഗ്രാഫിക് ഡിസൈനേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സിനോട് കാശ് കൊടുത്ത് നമ്മൾ ചെയ്താലും തെറ്റില്ല. കാരണം നമ്മുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ വേഡ് പ്രസ്, വിക്സ് തുടങ്ങിയ ഒരുപാട് വെബ് പോർട്ടലുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിൽ കയറി നമുക്കത് രജിസ്റ്റർ ചെയ്ത് സ്വന്തമായിട്ട് തന്നെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, പക്ഷേ കേരളത്തിലെ ഗ്രാഫിക് ഡിസൈനേഴ്സായിട്ടുള്ള പല ആൾക്കാരും അത്തരം കാര്യങ്ങളിൽ നോളജ് ഇല്ലാത്തവരാണ്, ഫ്രാങ്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ.
അവർ കൂടുതൽ ആർട്ടിസ്റ്റിക്കൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കോഡിങ്ങും അല്ലെങ്കിൽ ഒരു വെബ് പോർട്ടൽ, ഒരു CMSനെ കുറിച്ചൊക്കെ കുറച്ച് ഗ്രാഹ്യം ബാക്ക് ആയതുകൊണ്ട് നിങ്ങൾ അറിയാവുന്ന സുഹൃത്തുക്കളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടുള്ള സഹായത്തോടു കൂടി അതിൻ്റെ ഒരു സ്വന്തമായ ഒരു ഡൊമെയിൻ എടുത്ത് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തുകൊള്ളുക. അത് നിങ്ങളുടെ നാളത്തെ നല്ലൊരു കരിയറിന് അത് വളരെ വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ക്രിയാത്മകമായിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും നിങ്ങൾ ചെയ്യുന്ന ആ കമ്പ്യൂട്ടറിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല, അല്ലെങ്കിൽ ആ കസ്റ്റമറിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല. അത് ഈ ലോകത്തിനോട് തന്നെ സംസാരിക്കണം. അത് നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പോർട്ട്ഫോളിയോ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വെബ്സൈറ്റ് പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലീൻ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. കാണുന്ന ഒരു കാഴ്ചക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കാണുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ വേണം അത് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമ്മൾ അനധികൃതമായ കളറുകൾ യൂസ് ചെയ്യാൻ പാടില്ല, അനധികൃതമായിട്ടുള്ള ഫോണ്ടുകൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഷോ ചെയ്യുന്ന ഒരു പ്രതലമാണ്, അഥവാ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്നുള്ള ചിന്ത എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് ആ ഒരു പോർട്ട്ഫോളിയോയിൽ അതിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്ന് പറയണം. എന്ന് വെച്ചാൽ എബൌട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരിക്കണം. അതിൽ വർക്ക് എന്ന് പറയുന്ന നിങ്ങൾ ചെയ്ത പ്രോജക്റ്റുകൾ, വർക്കെന്നോ പ്രോജക്റ്റ് എന്നോ നമുക്ക് കൊടുക്കാം, അത് എന്തൊക്കെയുണ്ടോ ആ പ്രോജക്റ്റുകൾ കാണിക്കാനുള്ള ഒരു പേജ് ഉണ്ടായിരിക്കണം. കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കണം. ഈ 3 സെക്ഷൻ ആയിരിക്കണം നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ പ്രധാനമായും വേണ്ടുന്നത്. ഇതിനോടൊപ്പം കൂടിപ്പോയാൽ നമുക്കൊരു ബ്ലോഗ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയുടെ എന്ന് പറയുന്ന ഒരു ഡിസൈനർക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു സെക്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള 1-2 സെക്ഷനുകൾ കൂടെ മാത്രമേ അതിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ കാണാൻ വരുന്ന വ്യക്തിക്ക് നമ്മൾ ആരാണെന്ന് അവരൊക്കെ അറിയണം, നമ്മുടെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയണം. അവർ ഓക്കെ ആണെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ. ഓക്കെ, പിന്നീട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ബെസ്റ്റ് പ്രോജക്റ്റുകളായിരിക്കണം അതിൽ കാണിക്കാനുള്ളത്. നിങ്ങൾ പലതവണ ചെയ്യുന്ന പ്രോജക്റ്റുകൾ ചെയ്യുന്നതെല്ലാം കൂടെ വാരി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കാണിക്കരുത്. നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് ഏതാണോ അത് മാത്രം കാണിക്കാൻ ശ്രമിക്കുക. അതായിരിക്കണം നിങ്ങൾ രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഗ്രാഫിക് ഡിസൈനറാണ് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് വേണം, അല്ലെങ്കിൽ ഒരു UI/UX ഡിസൈനറാണ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് വേണം, ഒരു ഫോട്ടോഗ്രാഫറാണ് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം. ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റുകൾ എപ്പോഴും വളരെ ബ്യൂട്ടി ആയിട്ട് വേണം അതിനകത്ത് പ്ലേസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, മോക്കപ്പിൻ്റെ യൂസേജ് വളരെ വലുതായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാര്യം നിങ്ങൾ വിസിറ്റിംഗ് കാർഡ് ചെയ്താൽ വിസിറ്റിംഗ് കാർഡിൻ്റെ തന്നെ ഫോട്ടോ അതിൽ വെക്കാതെ വിസിറ്റിംഗ് കാർഡ് എങ്ങനെയാണോ കാർഡ് രീതിയിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഒരുപാട് മോക്കപ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ നല്ലൊരു മോക്കപ്പ് എടുത്ത് അതിൽ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് പ്ലേസ് ചെയ്ത് മോക്കപ്പ് ഉണ്ടാക്കി മാത്രമേ അവിടെ പ്ലേസ് ചെയ്യാവൂ. നിങ്ങളൊരു ബ്രൗഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രൗഷർ ഫോൾഡ് ചെയ്യുന്ന ഒരു റിയൽ മോക്കപ്പ് ഉണ്ടാക്കി മാത്രമേ അവിടെ ഷോ ചെയ്യാവൂ. അല്ലാതെ ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യുന്ന ഒരു ഉപയോഗം നിർത്തുക ഗ്രാഫിക് ഡിസൈനറുടെ ലെവലിൽ. ഓക്കെ, ഇനി നിങ്ങളൊരു UX/UI ഡിസൈനർ ആണെന്നിരിക്കട്ടെ, നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകൾ എങ്ങനെ ചെയ്തു, അതിൻ്റെ ആ ഡിസൈനിൻ്റെ മുമ്പേ ഉള്ള വെർഷൻ ഏതാണ്, നിങ്ങൾ ചെയ്തതിന് ശേഷമുള്ള വെർഷൻ ഏതാണ്, ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം എഫേർട്ടുകൾ അതിലെടുത്തു, എന്തെല്ലാം കാൽക്കുലേഷൻസ് എടുത്തു, എന്തെല്ലാം റിസർച്ച് എടുത്തു, ഇതെല്ലാം തന്നെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് അതിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഈ ഒരു ഡിസൈൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഓക്കെ, ഒരു ഡിസൈൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മളതിൽ സ്പെസിഫൈ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് കാണുന്ന ഒരു കാഴ്ചക്കാരന് അതിനെക്കുറിച്ച് നല്ല ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടും. അതുപോലെ നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്കൊക്കെ അയക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അറിയാം നിങ്ങളുടെ ഒരു ലെവൽ, നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഓക്കെ, പിന്നെ ഒരു ഫോട്ടോഗ്രാഫറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഫോട്ടോഗ്രാഫിയിലെ ഓരോ സെക്ഷനുകൾ തിരിച്ച് വേണം വയ്ക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർ ഫോട്ടോ ഇടുമ്പോഴത്തേക്ക് ബേർഡിൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ ചില നേച്ചറിൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ഫോട്ടോ, ഇതെല്ലാം കൂടെ ക്ലാഷ് ആക്കിയൊക്കെ ഇടുമ്പോഴത്തേക്ക് കാഴ്ചക്കാരന് ഒരു ഡിസ്റ്റർബിങ് ഉണ്ടാകും. സോ അതിനെല്ലാം ഫിൽറ്റർ ചെയ്ത് നേച്ചർ പ്രത്യേകം, പീപ്പിൾ പ്രത്യേകം, പോർട്ട്ഫോളിയോ പ്രത്യേകം എന്നൊക്കെ ഉള്ളത് പ്രത്യേകം ക്ലാസിഫൈ ചെയ്ത് തന്നെ ഫോട്ടോസുകൾ അവിടെ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങൾ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമാണ്, ആ ഒരു പോർട്ട്ഫോളിയോയുടെ ഓണറിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇത്
വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രാഫിക് ഡിസൈനേഴ്സും ദയവായി നിങ്ങളുടെ പേരിൽ നിങ്ങളൊരു സ്വന്തം ഡൊമൈൻ എടുത്ത് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ബിക്കോസ് നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പോർട്ട്ഫോളിയോകളുടെ സാമ്പിൾസുകളും അല്ലെങ്കിൽ പോർട്ട്ഫോളിയോകൾ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് എക്സാമ്പിൾസുകളും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ആദ്യമായി ഇതായി ഞാനിപ്പോൾ കാണിക്കുന്ന വെബ്സൈറ്റ് awards.com. എല്ലാ UI ഡിസൈനേഴ്സിനും അറിയാവുന്ന ഒരു വെബ്സൈറ്റാണ് awards.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഓക്കെ, ഇവിടെ വന്ന് ഈ സെർച്ചിലായിട്ട് നിങ്ങൾ പോർട്ട്ഫോളിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഹൈ എൻഡ് പോർട്ട്ഫോളിയോകളുടെ ഒരു നീണ്ട കളക്ഷൻ തന്നെ ഇവിടെ കിട്ടും. ഓക്കെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഡിസൈൻസുകൾ റെഫർ ചെയ്യാൻ കഴിയും. ഇതിൽ കാണുന്ന റെഫർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്നത് പോലുള്ള ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. കാര്യം ഇത് നമ്മൾ ഫോളോ ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു ഒരു കോപ്പി പേസ്റ്റ് എന്ന ഒരു എന്താ പറയുന്ന ഒരു അടിച്ചുമാറ്റൽ എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ നല്ലൊരു ക്രിയേറ്റിവിറ്റി കാര്യത്തിലൂടെ കണ്ട് മാത്രമേ നമുക്കും നല്ലൊരു രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി സാധനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ ഈ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈലുകൾ നമുക്ക് മനസ്സിലാക്കാനും അത്തരത്തിലുള്ള ബോൾഡ് ആയിട്ടുള്ള ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വളരെയേറെ ഒരു നല്ലൊരു നീണ്ട കളക്ഷൻസ് ഓഫ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് എടുത്ത് നോക്കാം നിങ്ങളുടെ ടൈം പോലെ. ഓക്കെ, അതൊരു നല്ലൊരു റെഫറൻസിന് വേണ്ടിയിട്ടുള്ള സൈറ്റാണ്. അപ്പം ഈ awards.com നിങ്ങൾക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. UI ഡിസൈനേഴ്സ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളോടും ഞാനൊന്ന് പറയുകയാണ്, നിങ്ങൾ ഡെയിലി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓണാക്കി കഴിഞ്ഞിരുന്നാൽ awards.com, dribble.com ആൻഡ് behance.com ഈ 3 വെബ്സൈറ്റുകളും നിങ്ങളുടെ ടാബിൽ മസ്റ്റായിട്ടും ഓപ്പൺ ആയിരിക്കണം. കാര്യം ഈ 3 വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾ ദിവസം കുറഞ്ഞതൊരു 10-20 മിനിറ്റെങ്കിലും ഒന്ന് ചുമ്മാ അതിലൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാർക്കറ്റിൽ അവനെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ഓരോരോ സോഴ്സുകൾ എന്ന് പറയുന്നത്. പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് ചെയ്യപ്പെടാത്ത കുറച്ച് സുഹൃത്തുക്കളോടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് അറിയാവുന്നവർ ഇഗ്നോർ ചെയ്തേക്കുക. പക്ഷേ ഇത് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതായിട്ടുള്ള ഒരുപാട് ഡിസൈനേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഡിസൈനേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ ഓർത്തിരിക്കുക, awards.com, behance.com ആൻഡ് dribble.com. അപ്പോൾ ഈ 3 വെബ്സൈറ്റുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എപ്പോഴും ഒരു ടാബിൽ ഓപ്പൺ ആയിരിക്കണം. നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നോ അതിൽ കയറുക, നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് റെഫർ ചെയ്യുക. എപ്പോൾ ഫ്രീ കിട്ടുന്നോ അതിൽ കയറുക, ഏതെങ്കിലും ഒരു ഡിസൈൻ റെഫർ ചെയ്യുക. ആ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡിസൈൻ സ്റ്റൈൽ മാറും, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറും. ഇതെല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്ന് പിക്ക് ചെയ്ത് ഒരു 2-3 വെബ് പോർട്ടലും കൂടെ കാണിച്ചു തരാം, പോർട്ട്ഫോളിയോയുടെ സാമ്പിൾസുകൾ. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഗ്രാഫിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു പ്രോജക്റ്റുകളൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, അവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ്, അവരുടെ ഫോണ്ടിങ്, അവരുടെ ഒരു കളർ പാലറ്റിങ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിളാണ്. ഇതിനോടൊപ്പം നിങ്ങൾ നോക്കിയാൽ കണ്ട വർക്ക്സ് എബൌട്ട്, ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന 2 സെക്ഷനുകൾ പ്രധാനമായിട്ട്. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വർക്ക് പ്രൊഫൈൽ ഷോപ്പ്. കണ്ടോ, ഇങ്ങനെ എപ്പോഴും 2-3 ബട്ടൺസുകൾ മാത്രമേ നിങ്ങൾക്കത് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരുപാട് ഒരു കോർപ്പറേറ്റ് വെബ്സൈറ്റ് പോലെ ഒരുപാട് ലിങ്കുകൾ അതിൽ കാണില്ല. പിന്നെ ഫസ്റ്റ് ഷോയിൽ തന്നെ നിങ്ങളുടെ പ്രോജക്റ്റുകൾ കാണിക്കാൻ ശ്രദ്ധിക്കുക. ആ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽ പേജിലേക്ക് പോവുക. ആ ഡീറ്റെയിൽ പേജിൽ വന്നാൽ ഒരു ഗ്രാഫിക് ഡിസൈനർ തന്നെ ഈ ഒരു സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ ക്രിയേറ്റീവായിട്ടായിരിക്കും ആ പ്രോജക്റ്റ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഷോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഹോർഡിങ്സ് ആയിട്ട് ഷോ ചെയ്യുന്നത്. ഇതുപോലുള്ള മോക്കപ്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡിസൈനെ ബ്യൂട്ടിയാക്കാൻ ഒരു ഗ്രാഫിക് ഡിസൈനർ യാതൊരു കാരണവശാലും വിട്ടുപോകരുത്. അത് മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലും. ഓക്കെ, അതുപോലെ നിങ്ങളൊരു 3D കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മനോഹരമായ 3D ആനിമേറ്റഡ് ഗ്രാഫിക്സുകൾ എപ്പോഴും ഇതുപോലെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ കാഴ്ചക്കാരന് നിങ്ങളൊരു 3D ആനിമേറ്റർ ലെവലിലേക്ക് പെട്ടെന്ന് അവൻ്റെ മൈൻഡിനെ മോൾഡ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങളൊരു UI UX ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ ഓർക്കുക, അതിനകത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ പ്രോജക്റ്റുകളെല്ലാം തന്നെ വളരെ ക്ലീനായിട്ട് പ്ലേസ് ചെയ്യണം. ആ പ്ലേസ് ചെയ്താൽ മാത്രം പോരാ, ആ പ്രോജക്റ്റിൽ നിങ്ങൾ 1 by 1 ആയിട്ട് നോക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽ പേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ പ്രോജക്റ്റിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവിടെ കാണിച്ചിരിക്കണം. അതിൻ്റെ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ലിങ്ക് കൊടുക്കാം, അതിൽ നിങ്ങളുടെ ഡ്യൂട്ടി എന്തൊക്കെയായിരുന്നു കൊടുക്കാം, ആ പ്രോജക്റ്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ പിന്നിൽ റിസർച്ച് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില സാമ്പിൾസ് കണ്ടാൽ മനസ്സിലാവും.
ആ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കാം, അതിൻ്റെ എന്തെങ്കിലും അനിമേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണിക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതും മനോഹരമായ ഒരു UX ഡിസൈനറുടെ വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങളൊരു ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പേജിൽ തന്നെ പ്രോജക്റ്റുകളാണ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. കണ്ടോ, മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ്. അതിൽ വന്നാൽ പ്രൊഫൈൽ വർക്ക് മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്, പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോർട്ട്ഫോളിയോയിൽ യാതൊരു കാരണവശാലും അധികമായ ബട്ടൺസുകൾ, മെനു ഒന്നും പാടില്ല. പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിലിൽ പോയി പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസുകൾ 1 by 1 ആയിട്ട് നിങ്ങൾ കാണിക്കാൻ കഴിഞ്ഞിരിക്കണം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അതിൽ കിടക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഐക്കൺ ഏതാണ്, അതിൻ്റെ സ്ക്രീൻസുകൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സൈനപ്പ് എങ്ങനെ, സൈൻ ഇൻ എങ്ങനെ, അതിൻ്റെ ഹോം പേജ് എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് അവർ 1 by 1 ആയിട്ട് ഇങ്ങനെ താഴെ അവരുടെ പോർട്ട്ഫോളിയോയിൽ കാണിക്കും. ആ പോർട്ട്ഫോളിയോയിൽ കാണിക്കുമ്പോൾ യൂസർക്ക് അത് കാണുന്ന ഒരു കാഴ്ചക്കാരന് ഇത് ഇത്രമാത്രം ഒരു പ്രയത്നത്തിന് ശേഷമാണ് ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഫ്ലോ മനസ്സിലാക്കാൻ കഴിയും. അതെല്ലാം തന്നെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമാണ്. ഒരു കമ്പനി ലെവലിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പെട്ടെന്നൊരു ജോബ് ബോർഡിലുള്ളവരെ അട്രാക്ട് ചെയ്യാൻ സഹായിക്കും. അതല്ല നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾക്കൊരു വർക്ക് കിട്ടാൻ വേണ്ടി ഒരു കസ്റ്റമറെയാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ഒരു നിലവാരം. അത് നിങ്ങളുടെ വളരെ നല്ലൊരു ബെസ്റ്റ് പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വെബ്സൈറ്റിൽ ഞാൻ കുറച്ച് നേരത്തെ തന്നിരുന്ന അവാർഡ്സ് നിന്ന് കാണാം. അതല്ലെങ്കിൽ ഇതുപോലുള്ള കുറച്ച് ലിങ്കുകൾ ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരേത് രീതിയിലാണ് അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോയെക്കുറിച്ച് ഒരു ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിങ്ങളുടെ പേരിൽ ബിഹാൻസോ ഡ്രിബിളോ അല്ല പറയുന്നത്, സ്വന്തമായ പേരിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോയുടെ ഡൊമൈൻ നിങ്ങളുടെ ഈ കാണുന്ന വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ ആ പോർട്ട്ഫോളിയോ നോക്കുന്നതായിരിക്കും. എൻ്റെ കമൻസുകൾ നിങ്ങൾക്ക് തിരിച്ച് പ്രതീക്ഷിക്കാം. അത് സ്വന്തമായ വെബ്സൈറ്റുകളുടെ ഉള്ള പോർട്ട്ഫോളിയോ മാത്രം മതി. അത് സ്വന്തമായ ഡൊമൈൻസുകൾ ഉള്ളവർ ദയവായി ഇവിടെ പേസ്റ്റ് ചെയ്യണം. അത് മറ്റുള്ള ഡിസൈനേഴ്സിന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അത് വളരെയേറെ ഇൻസ്പിറേഷൻ ആയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വന്തമായ ഒരു വെബ്സൈറ്റ് ഉള്ളവർ, സ്വന്തമായ ഒരു പോർട്ട്ഫോളിയോ ഉള്ളവർ ഈ വീഡിയോ ഇത്രയും ഫുള്ള് കണ്ടിട്ടുള്ളവർ ദയവായി അവരുടെ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകും. അതുപോലെ തന്നെ ഞാനൊന്ന് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോർട്ട്ഫോളിയോയെക്കുറിച്ചുള്ള നോളജ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിസൈനേഴ്സിനെയും, എല്ലാ ഗ്രാഫിക് ഡിസൈനേഴ്സിനെയും നമുക്ക് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഒരു ഡിസൈനിങ്ങിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവരണം. അവരെ ഇതുപോലുള്ള സ്വന്തമായ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കണം. സ്വന്തമായി അവരുടെ ഒരു പ്രൊഫൈൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുക്കെ എത്തുന്ന രീതിയിൽ അവരെ സ്പ്രെഡ് ചെയ്യിക്കണം. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഡിസൈനേഴ്സും മാക്സിമം അവരുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ഡിസൈനേഴ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.